ചില്ലി ജാസ്മിൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ നമ്മൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് കയറി വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ചെടികൾക്ക് വളമിടാൻ, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും പരിചരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ സാധാരണ ഇങ്ങോട്ടേക്ക് വരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ഈ വൈകുന്നേരം നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വേറൊന്നാണ്. നമ്മളിവിടെ കോളിഫ്ലവറിൻ്റെ ചെടി നട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം നല്ല വേനലിൻ്റെ ഒരു സമയത്തിലേക്ക് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം കോളിഫ്ലവർ, കാബേജ് പോലെയുള്ള ചെടികളെന്ന് പറഞ്ഞാൽ അവർ ശീതകാല പച്ചക്കറികളാണ്. അപ്പോൾ ഇനിയും നമ്മൾ അവരെ കൂടുതൽ സമയം ഇവിടെ നിർത്തിക്കൊണ്ട് നിന്നിട്ട് അവർ കൂടുതൽ വളരുകയോ കൂടുതൽ വിളവ് തരികയോ ഒന്നും ചെയ്യുകയില്ല. അപ്പോൾ നമുക്കിവിടെ പാകമായി നിൽക്കുന്ന ഒരു കോളിഫ്ലവറിൻ്റെ ചെടിയുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ കോളിഫ്ലവർ ഒന്ന് മുറിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതും കൊണ്ട് പോയിട്ടൊരു കിടിലൻ സാധനം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 1, 2, 3 കോളിഫ്ലവർ നിൽക്കുന്നുണ്ട്. ഇത് ഏകദേശം ഇത്രയും വലിപ്പം എത്തിയിട്ടുണ്ട്. അതുപോലെ ഇത് കുറച്ചും കൂടെ ചെറുതാണ്, കുഴപ്പമില്ല, നമുക്ക് അതും കൂടെ വിളവെടുക്കാം. ഇതും കൂടെ കൂട്ടി അങ്ങനെ 3 എണ്ണമാണ് ഉള്ളത്. ഇപ്പം നമ്മുടെ കാര്യമായ രാസവള പ്രയോഗമോ കീടനാശിനികളോ ഒന്നും ചെയ്യാത്തതായതുകൊണ്ട് തന്നെ ഭയങ്കരമായി കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ വലിപ്പത്തിലുള്ള കോളിഫ്ലവർ ഒന്നും നമുക്ക് കിട്ടത്തില്ല. പക്ഷേ രുചികരമായ, അതുപോലെ നമുക്ക് വിശ്വാസയോഗ്യമായി കീടനാശിനികളുടെ ഒന്നും ശല്യമില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അതാണ് നമ്മൾ ഈ അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്യുന്നതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഇതൊന്ന് വിളവെടുക്കാവേ. കണ്ടോ? അപ്പോൾ ഇത്രയും, ഒത്തിരി വലിപ്പമൊന്നും പറയാനില്ല, ചിലപ്പോൾ ഇതൊരു 1/2 കിലോ കാണുമായിരിക്കും. അപ്പോൾ അതൊരെണ്ണം, അതിൻ്റെ കൂടെ നമുക്ക് ഇതും കൂടെ ഒന്ന് മുറിച്ചെടുക്കാം. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ചുവടൊക്കെ നമുക്ക് ഇവിടോട്ട് അങ്ങ് വെട്ടിക്കളയാം. കണ്ടോ? അപ്പോൾ നമുക്ക് പയറിൻ്റെ വള്ളി ഇതിൻ്റെ ഇടവഴി കയറി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുക. അതിനെ നമുക്ക് അങ്ങോട്ടേക്ക് വിടാം. അതുപോലെ അപ്പോൾ ഇതിൻ്റെ ഈ തലപ്പ് നമുക്ക് ഒടിച്ച് ഇവിടെ എങ്ങാനും ഇട്ട് കഴിഞ്ഞാൽ അത് എളുപ്പം അലിഞ്ഞിട്ട് നമ്മുടെ ചെടിക്കൊരു വളമായിക്കോളും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ശരിക്കും കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റേതും അങ്ങനെ നമുക്ക് കളഞ്ഞെടുക്കാം. അപ്പം ഇനി നമ്മളിവിടെ നിർത്തിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇത് വളരത്തൊന്നുമില്ല. അപ്പോൾ ഇത് 2 എണ്ണമായി. അപ്പോൾ അതിൻ്റെ ഇതും കൂടെ ഇത് ഇങ്ങനെ പറിച്ചു കഴിഞ്ഞാൽ ഞാനിതിൻ്റെ തൈ കിട്ടാൻ വേണ്ടിയൊന്നും നിർത്തത്തില്ലേ, ചൂടോടെ ഇങ്ങനെ അങ്ങോട്ട് വലിച്ച് ഇതുപോലെ മണ്ണിനകത്തേക്ക് ഇട്ടേക്കും. വെള്ളം ഒഴിക്കുമ്പോൾ ഇവരങ്ങ് പെട്ടെന്ന് അലിഞ്ഞിട്ട് ഇവർക്ക് വളമായി മാറുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് നിൽക്കുന്നത് അമരയാണ്. കണ്ടോ? വലിയ കുഴപ്പമില്ലാതെ വളർന്നു വരുന്നുണ്ട്. വലിയൊരു തണ്ണിമത്തൻ്റെ തൈയും കൂടി ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിതും കൊണ്ട് അടുക്കളയിൽ പോയി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്കിത് ഇത്രയും കോളിഫ്ലവറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കോളിഫ്ലവറിനെ ഇന്നൊരു ചെറിയ ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമ്മളിതിനെ മുറിച്ച് ചെറിയ പീസുകളാക്കി മാറ്റണം. അപ്പം ഞാൻ ഇതുപോലെ കണ്ടോ, ഇങ്ങനെ ചെറിയ പീസുകളാക്കി ഇങ്ങനെ അടത്തിയിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും കുറച്ചും കൂടെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഇതുപോലെ മുറിച്ച് ഇതിൻ്റെ തണ്ടിനെ അങ്ങോട്ട് കളയുവാണേ. ഇത് കളഞ്ഞു. അതുപോലെ ഇതിനെ, അപ്പോൾ ഇത് നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ കോളിഫ്ലവറാണ്. ഇനിയിപ്പം അടുത്ത ശീതകാല സമയം വരണം. എല്ലാ കാലത്തും കോളിഫ്ലവർ വളർത്താൻ പറ്റുന്ന തണുപ്പുള്ള രാജ്യങ്ങളും തണുപ്പുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എനിക്ക് ഇതുപോലെ ഭയങ്കര ചൂടുള്ള കോട്ടയം പോലത്തെ സ്ഥലത്ത് ഇനി ഒട്ടും കൂടുതൽ സമയം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം ഞാനിതിനെ ചെറിയ പീസുകളായിട്ട് അടത്തുവാണ്. ചെറിയ പീസുകളായിട്ട് എടുക്കുന്നതാണ് നമുക്ക് കോളിഫ്ലവറിൻ്റെ ഫ്രൈ ഉണ്ടാക്കാൻ നല്ലത്. അപ്പോൾ ഇതിനെ നമ്മൾ ചെറിയ പീസുകളായിട്ട് അടത്തിയെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ നമ്മളിത് സ്റ്റൗ കത്തിക്കാൻ പോവുകയാണേ. സ്റ്റൗ കത്തിച്ച് ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ഈ പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇതുപോലൊരു കുറച്ച് വാവട്ടമുള്ള പാത്രത്തിനകത്ത് വെള്ളം എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ വെള്ളം ഇവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. അപ്പോഴത്തേക്കിന് നമ്മളിത് മുറിച്ച് ചെറുതാക്കിയിട്ടിരിക്കുന്ന കോളിഫ്ലവർ ഉണ്ട്. ഇത് നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്കിത് ഇതുപോലെ വെറുതെ വെള്ളത്തിലോട്ട് കഴുകാം. കണ്ടോ? ഇനി ഞാൻ ഈ വെള്ളം ഊറ്റിക്കളയുവാണേ. അങ്ങനെ കളഞ്ഞാൽ മതി, നമ്മൾ ചൂടുവെള്ളത്തിനകത്തോട്ട് ഇനി ഇടാനുള്ളതാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെള്ളം കളയുക. എന്നിട്ട് നമുക്കിതിവിടെ വെക്കാം. ഈ വെള്ളം ചൂടായി തിളയ്ക്കട്ടെ. ഈ അടുപ്പത്ത് തിളയ്ക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇതൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട്, 1 ടീസ്പൂൺ ഉപ്പുണ്ട്. ഇത് രണ്ടും കൂടെ നമ്മൾ ഈ വെള്ളത്തിനകത്തേക്ക് അങ്ങ് ഇടുക. ഇങ്ങനെ നമ്മൾ വെള്ളത്തിനകത്തേക്ക് ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെച്ചാൽ
അതിനകത്തേക്ക് നമ്മൾ തിളയ്ക്കുമ്പോൾ ഈ കോളിഫ്ലവർ ചെറുതാക്കി മുറിച്ച് വെച്ചിരിക്കുന്നത് ഇടുമല്ലോ. അപ്പോൾ ഈ കോളിഫ്ലവറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിടിക്കുകയും ചെയ്യും. നമ്മുടെ ദേ ഉപ്പും മഞ്ഞളും ഇട്ട് വെച്ച വെള്ളം ദേ പതുക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ തീ കുറച്ച് വെച്ചതാണേ. അതെ, നല്ലോണം വെട്ടി തിളയ്ക്കുവാണ്. അപ്പം ഞാൻ ദേ ഇതിനകത്തേക്ക് നമ്മൾ മുറിച്ച് ചെറിയ പീസുകളാക്കി കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവറിനെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇതിനകത്തോട്ട് നമ്മൾ ഇട്ട് പതുക്കെ ഒരു തിള വരുന്നിടം വരെ തീ കത്തിച്ചുകൊണ്ടിരിക്കണേ. അതുവരെ നമുക്ക് തീ നിർത്തണ്ട. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം കണ്ടോ, ചെറിയ ചെറിയ കുമ്പളകൾ വെള്ളം തിളച്ചിട്ട് വരുന്നുണ്ട്. ഇത്രയും സമയം മതി. ഇനി നമുക്ക് തീ നിർത്തിയിട്ട് കണ്ടോ, ഇതുപോലെ ചെറുതായിട്ട് തിളയ്ക്കുന്നുണ്ട്. തീ നിർത്തിയിട്ട് ഇതിനെ നമുക്ക് അടച്ചു വയ്ക്കണം. അപ്പോൾ അതെ, ഇങ്ങനെ അടച്ചു വെക്കുവാണ്. ഒരു 10 മിനിറ്റ്, കൂടിപ്പോയ അരമണിക്കൂർ വരെ നമുക്കിതിങ്ങനെ അടച്ചു വെക്കുന്നതാണ് നല്ലത്. ഇതിവിടെ നമുക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഈ സമയം കൊണ്ട് വേറൊരു പരിപാടി ചെയ്തിട്ട് വരാം. നമ്മളിപ്പം കോളിഫ്ലവർ തിളച്ച വെള്ളത്തിനകത്തിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ് കുറച്ച് സമയത്തേക്കിന്. അപ്പോൾ ആ സമയം നമ്മൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു പണിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ദേ ഈ കറിവേപ്പ് കണ്ടോ, ഈ കറിവേപ്പിൻ്റെ ഇലകളെല്ലാം ദേ ഇതുപോലെ മുരടിച്ച്, ഈ വേനലിൻ്റെ ചൂട് കൊണ്ടാണ്, പക്ഷേ അതിൻ്റെ ചൂട് കണ്ടോ ഭയങ്കരമായിട്ട് തറഞ്ഞു കിടക്കുക. അപ്പോൾ ഇതിനെ നല്ലതുപോലെ ഒന്ന് വളർത്തിയെടുക്കാൻ, നിറച്ച ഇലകൾ വരാൻ വേണ്ടി നമുക്കൊരു ചെറിയ പരിപാടി ഇതിൻ്റെ ചുവട്ടിൽ ചെയ്തു കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ചൂടൊന്ന് കൊത്തി ഇളക്കുവാണേ. അപ്പോൾ ഇതിൻ്റെ ചൂട് ഇങ്ങനെ കൊത്തി ഇളക്കാനായിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നമുക്കൊന്ന് ചൂട് ഇളകി കിട്ടും. നല്ല തറഞ്ഞു തന്നെ ഇരിക്കുക കണ്ടോ. അപ്പം ഞാൻ ഇതേപോലെ ഇതിൻ്റെ ചൂടൊന്ന് നല്ലവണ്ണം കൊത്തി വട്ടത്തിൽ, നമ്മൾ ഈ കൊത്തി കളയ്ക്കുമ്പോൾ ഓർത്തോണം ഇതിൻ്റെ വേര് പൊട്ടിപ്പോകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക്കും കഷ്ണങ്ങളും ഒക്കെ ഉണ്ട്. ഈ പ്ലാസ്റ്റിക്കൊക്കെ മണ്ണിനകത്തേക്ക് പോയിട്ടല്ലേ ചെടിയുടെ വേരുകളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തും. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഇതിൻ്റെ ചൂടൊന്ന് വട്ടത്തിൽ ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നത് എന്നാണെന്നറിയോ, ഇത് കുറച്ച് എല്ലുപൊടിയാണേ. അപ്പോൾ കുറച്ച് എല്ലുപൊടി നമ്മൾ ഈ ചെടിയുടെ ചുവട്ടിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കണ്ടോ, ഒരു പിടി കൂടെ ഇടാം. ഇത് മണ്ണിലല്ലേ, അപ്പോൾ ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ എന്നാ ചെയ്യുന്നറിയോ, ഇതിൻ്റെ മുകളിലോട്ട് ചാണകപ്പൊടി. ഇപ്പോൾ ഈ കറിവേപ്പിനെന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി എത്ര ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് ഈ ചാണകപ്പൊടി കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം കൊടും വേനലാണ്, ഈ ചൂടാണ് കറിവേപ്പിന് സഹിക്കാൻ പറ്റാത്ത കാര്യം. അപ്പോൾ നമ്മളിത് ഇതുപോലെ എല്ലുപൊടിയും ചാണകപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മണ്ണും കൂടെ ഞാനിതിൻ്റെ ചുവട്ടിലേക്ക് വെട്ടി അടുപ്പിച്ച് കൊടുക്കുവാണേ. അപ്പം ഇങ്ങനെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ പല ചെടികളുടെ വേരും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം എന്നാലും ഇതിൻ്റെ ചുവട്ടിലോട്ട് നമ്മൾ മണ്ണ് കൂട്ടിയിട്ട് കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ട് കൊടുക്കണം. അതുപോലെ നമ്മൾ ഈ കറിവേപ്പിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, വെള്ളം നല്ലപോലെ വേണമെന്ന് പറഞ്ഞാലും ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കരുത്. അതുപോലെ നമ്മൾ നോക്കണം. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ചുവടിങ്ങനെ വെട്ടി അടുപ്പിച്ച്, അങ്ങനെ വെട്ടി അടുപ്പിക്കുമ്പോൾ കണ്ടത് ഇവിടെ ഒരു ചാല് പോലെ ഒരു ചെറിയ കുഴി പോലെ വരുന്നുണ്ട് കണ്ടോ. അങ്ങനെ വരുന്ന ഭാഗത്ത് വെള്ളം കിടന്നാൽ മതി, ചെടിയുടെ ചുവട് ചേർന്ന് വെള്ളം കിടക്കരുത്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇതുപോലെ അടുപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് അരിക് ചേർന്ന് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇതിൽ കൂടുതൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റത്തില്ല. രക്ഷപ്പെടുമോ നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ നാമ്പൊക്കെ കണ്ടോ, കുരുടിച്ച് നിൽക്കുക, പുതിയ നാമ്പുകൾ വരാതെ. അതേതെങ്കിലും നമുക്ക് കാണാൻ മേലാത്ത ഇനം കീടങ്ങളുടെ ശല്യം ഇതിലുണ്ടായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതുപോലെ ഈ ഇലകളൊക്കെയാണെങ്കിൽ കണ്ടോ ചെറിയൊരു വെള്ളപ്പുള്ളി പോലെയൊക്കെ ഉണ്ട്. അത് ഈ ചൂട് കൂടുമ്പോഴാണ് ഇത്തരത്തിലുള്ള വെള്ളപ്പുള്ളികളും അതുപോലെ കറുത്ത പുള്ളികളും ഒക്കെ വരുന്നത്, ഈ ചൂട് കൂടുന്ന സമയത്താണ്. അപ്പോൾ ഞാൻ ഏകദേശം 1 ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇത് സോഡാപ്പൊടിയാണേ. സോഡാപ്പൊടിയുടെ ഒരു 1/2 ടീസ്പൂൺ മതി. കുറച്ച് സോഡാപ്പൊടി നമ്മളിത് ഈ വെള്ളത്തിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്യുന്നത് എന്നാണെന്നറിയോ, കുറച്ച് സോപ്പ്, ഒരു 5 മില്ലി, ഏകദേശം 5 മില്ലി സോപ്പും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുക. ഇനിയിപ്പം ഞാൻ ചെയ്യുന്നത്, ഇതിനെ നല്ലവണ്ണം ഇളക്കി ചേർക്കും ഈ വെള്ളത്തിനകത്ത്. എന്നിട്ടേ ഞാൻ ഈ കരിയാപ്പിനെ ഇങ്ങനെ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചിട്ടേ
അവനെ അങ്ങോട്ട് കുളിപ്പിക്കാൻ പോവുക. തലേന്ന് താഴേക്ക് ഒഴിച്ചു കൊടുക്കുക. കണ്ടോ? അപ്പം ഈ എല്ലാ ഇലകളും കൂട്ടിപ്പിടിച്ചിട്ട് അതിൻ്റെ താഴെയും മുകളിലും എല്ലാം വീഴത്തക്ക രീതിയിൽ ഈ സോഡാപ്പൊടി കലക്കിയ വെള്ളം കൊണ്ടൊരു കുളിപ്പീര്. ഇത് വെള്ളത്തിന് പകരം ഉണ്ടല്ലോ കഞ്ഞിവെള്ളം എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ പറ്റിപ്പിടിച്ചിരിക്കാൻ സോപ്പുള്ളത് കൊണ്ട് സോപ്പ് പറ്റിപ്പിടിച്ച് ഉണങ്ങി പശ പോലെ ഇരിക്കും. ഇനി ഞാൻ ചെയ്യുന്നതിനാണെന്നറിയോ, ഇത് നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ് ആണേ. സ്ലറി ഒഴുകി വന്ന് വീഴുന്ന ഒരു കുഴലായത്. ഈ സ്ലറി വന്ന് വീണ് ഇത് നിറഞ്ഞിരിക്കുന്ന കണ്ടോ? ഇനിയും സ്ലറി ഇങ്ങനെ വന്ന് വീണാൽ ഇത് കവിഞ്ഞൊഴുകി നമുക്ക് നഷ്ടമാണ് വരുന്നത്. ഇത് ഭയങ്കര നല്ല അടിപൊളി വളമാണ്. ഈ ബയോഗ്യാസ് സ്ലറി എന്ന് പറഞ്ഞാൽ നേർപ്പിച്ചൊഴിച്ചാലും മതി. ഇപ്പം ഞാൻ ഇതിനകത്തുനിന്ന് ഒരു ഏകദേശം കണ്ടോ ഒരു 3/4 ബക്കറ്റ് സ്ലറി ഇങ്ങനെ തന്നെ എടുത്തിരിക്കുവാണേ. ഇനി നമുക്കിത് കൊണ്ട് കറിവേപ്പിൻ്റെ ചുവട്ടിൽ ഒഴിക്കാം. അപ്പം ഞാൻ ഒഴിക്കുന്നത് ഈ ചുവട്ടിൽ നിന്ന് മാറ്റി ഈ തടത്തിൽ വീഴത്തക്ക രീതിയിൽ ചുറ്റിനും ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ലറി ഇങ്ങനെ തന്നെ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല, ചുവട്ടിൽ മുട്ടണ്ട, ഇച്ചിരി മാറ്റി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ കുറച്ച് ദിവസത്തേക്കിന് അടുപ്പിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് നല്ല പോലെ വളർന്നു വരും. ഇത് നമ്മുടെ ഒരു കുഞ്ഞു മാങ്കോസ്റ്റിനാണേ. അത് ദേ ആദ്യമായിട്ട് ഒരു 5-6 കായൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കായെന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ രീതിയിലേക്കൊന്നും എത്തിയിട്ടില്ല. പക്ഷേ ഉണ്ടോ ദേ ചെറിയൊരു രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 5-6 എണ്ണം ഇതിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ ഒരെണ്ണം ഉണ്ട്. ഇത് കണ്ടോ, ഇത് അത്രയും പോലും ആയിട്ടില്ല. ഇത് അതിനേക്കാൾ ചെറുതാണ്. അങ്ങനെ ഒരു കുറച്ചെണ്ണം ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു ചെറിയ മാവാണേ. ദേ ഒരു മാങ്ങ ഉണ്ടായി കണ്ടോ, തൊട്ടപ്പോഴേ നമ്മൾ കയ്യിലോട്ട് പോകുന്നു. അത് മുറിച്ച് നോക്കാം. ദേ കണ്ടോ, നല്ല സൂപ്പർ മണമാണ്. ഞാനിതിൻ്റെ ഒരു പീസൊന്ന് ചെത്തട്ടെ. നമുക്ക് ഈ മാങ്ങയൊന്ന് കഴുകിയിട്ടെടുത്തേക്കാവേ. കഴുകേണ്ട കാര്യമൊന്നുമില്ല, ഇതിപ്പോൾ കീടനാശിനിയൊന്നും അടിക്കുന്നതല്ല. എന്നാലും നമ്മളൊരു സേഫ്റ്റിക്ക് കഴുകിയിട്ടെടുക്കാം. അപ്പോൾ ചിലപ്പോൾ തൊലിക്ക് ഒരു കയ്പ്പൊക്കെ കാണുമായിരിക്കും. അതുകൊണ്ട് ഞാൻ ദേ ഈ തൊലി ഒന്ന് പതുക്കെ ചെത്തിക്കളഞ്ഞിട്ട് നമുക്കൊരു പീസ് മുറിച്ചെടുത്ത് ടേസ്റ്റ് നോക്കാവേ. കണ്ടോ, അതിൻ്റെ ആ കളറ് കണ്ടോ? തിന്നുമ്പോൾ നമുക്കറിയാം മധുരം ഉണ്ടോ, അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഞാൻ നോക്കിയിട്ട് പറയാവേ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല മണവും അതിന്. നമ്മുടെ വീഡിയോഗ്രാഫർ കൂടെ കൊടുത്തേക്കാം. നമ്മുടെ ശിവൻകുട്ടി ഉണ്ടായിരുന്നു, അവന് ശതം കൊടുക്കായിരുന്നു. നമുക്കിത് വെച്ചേക്കാം, കുറച്ചവന് വെച്ചേക്കാം. അപ്പം നമുക്കിതേ ഇതൊന്ന് നോക്കാം. കണ്ടോ, നല്ല പാകത്തിലായിട്ട് നല്ല സോഫ്റ്റായിട്ടിരിക്കുവാണ് നമ്മുടെ കോളിഫ്ലവറെ. ആ മഞ്ഞളൊക്കെ പിടിച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് ആ ഉപ്പും പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതേ അതിനെ ഒന്ന് ഈ പാത്രത്തിലേക്ക് കോരിയെടുക്കാവേ. വെള്ളം പോകാനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു അരിപ്പയിലേക്ക് എടുത്തു വയ്ക്കാം. കണ്ടോ, അപ്പം നമ്മളിത് ഇതുപോലെ കോരി വെച്ചു. അപ്പം വെള്ളം ഇതിനകത്തേക്ക് ഊർന്നു പോയിക്കോളും. നമുക്കിതേ ഇത് ഫ്രൈ ചെയ്യുന്നതിന് ഒരു മസാല ഉണ്ടാക്കണം. അപ്പോൾ ആ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി, ഇത് സാധാരണ മുളക് പൊടിയാണേ. അപ്പോൾ അത് ഒരു 2 ടീസ്പൂണ് ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ 2 സ്പൂണും ഇതിനകത്തേക്ക് ഇടുക. അതുകൂടാതെ 2 കഷ്ണം വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇത് ഒരു പിഞ്ച് പെരുംജീരകമാണേ, വലിയ ജീരകം. അപ്പം ഒരു പിഞ്ച് വലിയ ജീരകം ഇട്ടു. അതുകൂടാതെ നമുക്ക് ആവശ്യത്തിന് ഇച്ചിരി ഉപ്പ് ചേർക്കാം. അപ്പം ഞാനൊരു 1 ടീസ്പൂണ് ഉപ്പ് ചേർക്കുവാണേ. ഇച്ചിരി ഉപ്പ് പൊടിയും കൂടെ ഇട്ടു. ഇനി നമ്മളിതേ ഇവിടെ ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചെറുതായിട്ട് മുറിച്ച് ആ തക്കാളിയും കൂടെ ഇതിൻ്റെ കൂടെ ഇടുക. അതല്ലെങ്കിൽ നമ്മൾ ടൊമാറ്റോ സോസ് ചേർത്താലും മതി. അതിന് പകരം ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ട് അരയ്ക്കും. ഇത് നമ്മുടെ തന്നെ തക്കാളിയാണേ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു കാര്യമുണ്ട്. ഇത് കായമാണ്, നമ്മൾ സാമ്പാറിനൊക്കെ ചേർക്കുന്ന കായമാണ്. അതിൻ്റെ ഒരു 1/2 ടീസ്പൂൺ.
1/2 ടീസ്പൂൺ കായം കൂടെ ഇതിനകത്തേക്ക് ചേർക്കും. അപ്പോൾ കായത്തിൻ്റെ രുചി എടുത്ത് നിൽക്കത്തൊന്നുമില്ല, പക്ഷേ കായം ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനൊരു കുറച്ച് വെള്ളം കൂടെ ചേർക്കുക അരയ്ക്കുന്നതിന് മുന്നേ. അരച്ചെടുക്കണം. ഞാൻ ഇതിനകത്ത് അരച്ചെടുത്തിരിക്കുന്ന ഈ ഗ്രേവി ഈ പാത്രത്തിനകത്തേക്ക് ഇടാൻ പോവാണേ. അപ്പം ഇതേപോലെ കണ്ടോ, നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് കൈ കൊണ്ട് ഇങ്ങോട്ട് തൂത്തിടുവാണേ. അപ്പം ഇതുപോലെ ഇങ്ങനെ ഞാൻ ഇത് മുഴുവൻ മാറ്റിയിട്ട് ഞാൻ കാണിക്കാവേ. നമ്മൾ ഈ അരച്ചെടുത്തതിനകത്തോട്ട് ഇത് 1 കപ്പ് അരിപ്പൊടിയാണേ. അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് 1/2 ടീസ്പൂണ് ഉപ്പും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുവാണേ. ഇനി നമുക്കിതിനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ നമ്മുടെ ആ ഗ്രേവിക്കകത്ത് മാത്രം അരച്ചെടുത്ത അരപ്പിനകത്ത് മാത്രം ഇളക്കിയപ്പം ഇത്രേ വരുന്നുള്ളേ. അപ്പം നമ്മൾ അരച്ചെടുത്ത മിക്സിക്കകത്തേക്ക് വെള്ളം ഒഴിച്ച് വെച്ചതാണ്. അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് നോക്കാം. അപ്പം എന്തുമാത്രം ആകുന്നുണ്ടെന്ന് നോക്കാം. അപ്പം ഇത്രയും കുഴഞ്ഞാലും പോരാ, ഒരു ശകലം കൂടെ അയഞ്ഞ രീതിയിൽ കുഴഞ്ഞിരിക്കണം. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഒരു ശകലം കൂടി ഒഴിക്കാവേ. അപ്പോൾ ഇത്ര അയവ് മതി കേട്ടോ. ഈ ഒരു അയവിൽ എത്തിക്കഴിയുമ്പം നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന ഈ കോളിഫ്ലവർ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇളക്കും. അപ്പം നല്ലോണം നമ്മൾ ഈ അരച്ച അരപ്പും അതുപോലെ നമ്മുടെ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മാവും ഒക്കെ ഇതിൽ നല്ലോണം പറ്റി പിടിച്ചിരിക്കുന്നത് പോലെ നമ്മളിതിനെ കുഴച്ച് മിക്സ് ചെയ്ത് ഇതിനകത്തേക്ക് ചേർക്കണം. കണ്ടോ? അപ്പം നമ്മൾ കുഴച്ച മാവ് മുഴുവനും തന്നെ ഈ കോളിഫ്ലവറിൽ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 5 മിനിറ്റ് ഇത് പിടിക്കാൻ വേണ്ടി അടച്ചു വെക്കുന്നത് നല്ലതാണ്. ഫ്രിഡ്ജിനകത്ത് വെക്കുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. അപ്പം ഞാനിത് വെറുതെ അടച്ചു വെക്കും അവിടെ. കണ്ടോ? 5 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ വറുത്തെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അടുപ്പ് കത്തിച്ച് വയ്ക്കാം. കണ്ടോ? അടുപ്പ് കത്തി ഞാൻ അതിലോട്ട് വെച്ചിരിക്കുവാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ, ഇത് വെളിച്ചെണ്ണയാണേ. ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. അപ്പം വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇല്ലാത്തവർക്ക് ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം. അപ്പം ഞാനിത് വെളിച്ചെണ്ണ ഇത്രയും ഒഴിച്ചു വെക്കുക. ഇത് നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ. അപ്പം നമുക്ക് നമ്മുടെ പുരട്ടി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ നോക്കാവേ. അപ്പോൾ നമ്മൾ വറുക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല, അത് അരിഞ്ഞിടുന്നവർക്ക് അരിഞ്ഞിടാം, അതല്ലെങ്കിൽ ഇതുപോലെ ഊരിയിട്ടാലും മതി. ഇച്ചിരി കൂടുതലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനൊരു 4 തണ്ട് കറിവേപ്പില, ഇത് നമ്മുടെ തന്നെ കറിവേപ്പിലയാണ്, അപ്പോൾ അതും കൂടെ ഞാൻ ഇട്ടു. അപ്പോൾ ഇനി എണ്ണ ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കണ്ട ചെറിയ ആവി പോലെ, ചെറിയ പുക പോലെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഇടാവേ. ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് തീ കൂട്ടണം. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് നമുക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉണ്ടോ? ഇങ്ങനെ നമുക്ക് ഇതിനകത്ത് ഈ ചട്ടിക്കകത്ത് എത്രയാണോ കൊള്ളുന്നത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇത് ചെറിയ പാത്രമാണ്, അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ട് കാണിക്കാം. അപ്പോൾ എത്ര എണ്ണം മതി. ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നമ്മളൊന്ന് ഇച്ചിരി തീ കൂട്ടി വെക്കണേ. എല്ലാ ഭാഗവും ചൂടായതിന് ശേഷം നമുക്ക് തീ ഇച്ചിരി കുറച്ച് വെക്കാം. നമുക്കിത് ഇതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. അപ്പം തീ എപ്പോഴും കുറച്ച് വെച്ചിട്ട് വേണം വേവിക്കാനേ. നമ്മൾ ആദ്യം ഇതിനകത്തേക്ക് എണ്ണയിലേക്ക് ഇടുന്ന അവസരത്തിൽ തീയുടെ ചൂട് നല്ലോണം വേണം. അത് കഴിഞ്ഞാൽ നമ്മൾ തീയുടെ അളവ് കുറച്ച് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലപോലെ നല്ല ക്രിസ്പി ആയിട്ട്
ഇത് മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ. നമുക്കിതേ ഇത് നല്ലോണം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ ഇതുപോലെ കോരി എടുക്കുന്ന അവസരത്തിൽ ഇച്ചിരി തീ കൂട്ടിയിട്ടോണേ, അല്ലെങ്കിൽ എണ്ണ പിടിക്കും. ഇതിനകത്ത് കിടക്കുന്ന സാധനം എണ്ണ വലിക്ക് വേണ്ടി നമ്മൾ തീ അല്ലെങ്കിൽ ചൂട് കുറച്ചായിട്ടിരിക്കുന്നെങ്കിൽ. അപ്പം ഞാൻ ഇത് കോരി ഈ അരിപ്പയിലേക്ക് മാറ്റുവാണേ. ഇങ്ങനെ ഇതിനകത്തേക്ക് നമ്മുടെ കറിവേപ്പിലയൊക്കെ നല്ല കിലുകിലാന്നാണ്. അപ്പം ഇത് മുഴുവനും കോരി മാറ്റിയതിന് ശേഷം നമുക്ക് കണ്ടോ ഇങ്ങനെ എടുത്തു. നല്ല ഒച്ച കേൾക്കുന്നുണ്ടോ? കണ്ടോ ഇങ്ങനെ വരണം. നമുക്ക് അടുത്തതിടാം. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. തീ കൂട്ടിയിട്ടിരിക്കുവാണ്. അപ്പം എണ്ണ ചൂടായി വരേണ്ട താമസമുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് പറ്റുന്നത് തിക്കി നിറച്ചിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല കിളിയിലിപ്പ് വരത്തില്ല. അപ്പം തിക്കി നിറച്ചിടാതെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് രണ്ടാമത്തേത് കോരിയെടുക്കാവേ. കണ്ടോ നല്ല കിലുകില എന്നുള്ള ശബ്ദത്തോടു കൂടി മൂത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെടുത്തിട്ട് ഇനിയൊരു ശകലം കൂടെ ഉള്ളൂ, അതും കൂടെ നമുക്ക് ഇടാം. 5-6 പീസും കൂടെ ഉള്ളൂ, അതും കൂടെ ഞാൻ അതിനകത്തോട്ട് ഇടുക. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇത് ചേർന്ന് വരാതെ നമ്മൾ ഇടുന്നതാണ്. അതല്ല എല്ലാം കൂടെ കൂട്ടിമുട്ടി ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഇതുപോലെ അപ്പം മൊത്തം കോളിഫ്ലവറും തീർന്നിട്ടുണ്ട്. പതുക്കെ ഞാനൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ കുറച്ചിടണം. തീ കുറച്ചിട്ടിട്ട് അവിടെ കിടന്ന് നല്ലോണം മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ നമ്മൾ കോളിഫ്ലവറിൻ്റെ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല ക്രിസ്പിയൊക്കെയാണ്. ശിവൻ നോക്കി, നല്ലല്ലേ? എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ആണോടാ? നല്ല ടേസ്റ്റ് ആണോ? നല്ല ടേസ്റ്റാ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണോ ഇതാണോ നല്ലത്? ഇതാ നല്ലത്. ഇതേപോലെ മറ്റ് നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.